നമസ്കാരം. ഗണേഷ് കുമാർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് KSRTCയുടെ അമരത്തേക്ക് എത്തിയത്. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചെലവ് കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിക്കും എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുമെന്നും കേരളത്തിൽ എല്ലായിടത്തും ബസ് സർവീസുകളും നിരവധി സംരംഭകരും നടത്തുന്ന പദ്ധതിയാകും ഇതെന്നും മന്ത്രി പറഞ്ഞു. മുൻ മന്ത്രി ആന്റണി രാജുവുമായി യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്നും ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിക്കാം. എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിനായി ശ്രമം നടക്കുന്നുണ്ട്. KSRTC സ്റ്റാൻഡുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനും മുലയൂട്ടുന്ന അമ്മമാർക്കായും പ്രത്യേക സംവിധാനമൊരുക്കും. അതിനുവേണ്ടി വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള അനുമതിക്കായി ആദായനികുതി വകുപ്പിന് അപേക്ഷ നൽകാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകി. ഷിപ്പ്യാർഡ് പോലെ വലിയ കമ്പനികളുടെ CSR ഫണ്ട് വാങ്ങാൻ സഹായിക്കാമെന്ന് KV തോമസ് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പരിശോധിക്കാം. ടോയ്ലറ്റുകൾ, KSRTCയുടെ ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ നിർത്തുന്ന സ്ഥലങ്ങളും വൃത്തിഹീനമാണ്. അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തും. ബസ് പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകളിൽ ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളും ഉണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. നല്ല ഭക്ഷണം, ടോയ്ലറ്റ് സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വണ്ടി നിർത്തൂ. KSRTCയെ ജനകീയമാക്കും. ജനങ്ങൾക്കാണ് പ്രാധാന്യം. ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് രാജാവെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നഷ്ടത്തിലോടുന്ന എല്ലാ ട്രിപ്പുകളും നിർത്തലാക്കും. അതിൽ ജനപ്രതിനിധികൾക്ക് ഒരു വിഷമവും വേണ്ട. അതിന് പരിഹാരം കണ്ടെത്തും. ബസ് നഷ്ടത്തിലോടുന്നത് സമയക്രമത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കും. ഉൾമേഖലകളിൽ ഓടുന്ന ബസ്സുകൾ, അതിനെ മാത്രം ആശ്രയിക്കുന്ന തൊഴിലാളികളുള്ള ആദിവാസി മേഖലകൾ, SC/ST കോളനികൾ എന്നിവിടങ്ങളിലേക്കുള്ള ബസ്സുകളൊന്നും നിർത്തില്ല. അതിലൊന്നും ആശങ്ക വേണ്ട എന്ന് മന്ത്രി പറഞ്ഞു. വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി എത്തിക്കും. കേരളത്തിലെ ഗതാഗത സംവിധാനത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പരിഷ്കാരം കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എല്ലാ തൊഴിലാളി യൂണിയനുകളുമായും സൗഹൃദത്തിൽ തന്നെ പോകും. അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളൊന്നും ഉണ്ടാകില്ല. തൊഴിലാളികൾക്ക് ആവശ്യം അവരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയവയാണ്. അതിൽ സുതാര്യമായ ചർച്ചകളുണ്ടാകും. ഇത്രയൊക്കെ മന്ത്രി വ്യക്തമാക്കിയ സ്ഥിതിക്ക് അദ്ദേഹം മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ കൂടി പരിശോധിക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടർവൽക്കരിച്ചത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ്. KSRTC ആദ്യമായി AC ബസ്സുകൾ അവതരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ തന്നെ ഒരു സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ AC ബസ്സുകൾ പുറത്തിറക്കുന്നത് അന്ന് ആദ്യമായിരുന്നു. വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത റൂട്ടുകളിൽ അവതരിപ്പിച്ച മിനി ബസ്സുകളായിരുന്നു മറ്റൊരു പരിഷ്കാരം. അന്ന് അതിനെ ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നത് കുട്ടി ഗണേശൻ എന്നായിരുന്നു. പല ഇടറോഡുകളിലൂടെയും ഈ കുട്ടി ബസ്സുകൾ ആളെ നിറച്ചു പോകുന്നത് അന്നത്തെ പതിവ് കാഴ്ചയായിരുന്നു. ഇതാണ് പിന്നീട് തമിഴ്നാട് അമ്മ ബസ്സുകൾ എന്ന പേരിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മിനി ബസ്സുകളായും നിരത്തിലിറക്കിയത്. സമാന്തര സർവീസുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേസമയം ഡ്യൂട്ടി ഷിഫ്റ്റും ശമ്പള പ്രതിസന്ധിയും സംബന്ധിച്ച പരാതികളൊന്നും അന്ന് വ്യാപകമായി കേട്ടതുമില്ല. KSRTCയുടെ പുതിയ സർവീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ KV ഗണേഷ് കുമാർ ഇരിക്കുന്ന ചിത്രങ്ങൾ അന്നത്തെ മാധ്യമ വാർത്തകളായിരുന്നു. ഏതായാലും ഇന്നത്തെ മന്ത്രിയുടെ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോൾ KSRTC അടിമുടി മാറുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ മന്ത്രിയിൽ KSRTCക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ.